സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പൊ ആടി ഉലയുന്ന കപ്പലിലെ കപ്പിത്താൻ വളരെയധികം പിന്നിലാണ്. കപ്പിത്താന്റെ കാര്യം പോക്കാണ്. കപ്പലിലെ ക്യാപ്റ്റനാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തൊക്കെ ഇലക്ഷൻ സമയത്ത് കൊട്ടിഘോഷിപ്പായിരുന്നു. ക്യാപ്റ്റനാണ്, മറ്റതാണ്, മറിച്ചതാണ്, പിണറായി എന്തോ സംഭവമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ധർമ്മടത്ത് പിണറായി വിജയൻ ബാക്കിൽ പോകുന്ന ആദ്യമാണ്. 3-ാം റൗണ്ട് വോട്ടെണ്ണിയപ്പോഴും പിണറായി വിജയൻ ബാക്കിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. UDF, അതായത് കേരള ഭരണം UDFനാണെന്നും 81 മുതൽ 94 വരെ സീറ്റുകൾ നേടുമെന്നുമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് നോക്കാം ഇന്നലത്തെ. എന്തായാലും ശരി, അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 ജില്ലകളിൽ UDFന്റെ മേധാവിത്വമാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. മാക്സിമം 4 ജില്ലകളിലാണ് LDFന് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. പിന്നെ സംയോജരാകുമെന്ന് കണക്കാക്കിയിരുന്ന BJP എന്ന് പറയേണ്ട, NDA എന്ന് പറഞ്ഞാലും BJP എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, അതിൽ വേറെ ആരുമില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 1-2 സീറ്റ് കിട്ടും. 4 സീറ്റിൽ വരെ അവർ മുന്നിലാണ്. പക്ഷെ അതൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ മുന്നിലാണ്. അതെല്ലാം ഈ നഗരസഭാ പരിധിക്കുള്ളിലുള്ള പിന്നെ പോളിംഗ് നടന്ന സ്ഥലങ്ങളിലെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട്, എണ്ണിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ശരി പിഷാരടി ജയിക്കാനാണ് അവിടെ സാധ്യത. എന്തായാലും ശരി, വളരെയധികം അഭിമാനാർഹമായ രീതിയിലാണ് കേരളത്തിലെ വോട്ടർമാർ ചെയ്തിരിക്കുന്നത്. മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടി കേരള ജനത പോളിംഗ് ബൂത്തിൽ പോയി ചെയ്ത പ്രവൃത്തിക്ക് ഞങ്ങളുടെയല്ല, ഞങ്ങൾ വിദേശ ഇന്ത്യക്കാരാണ്, എന്തായാലും ശരി ഞങ്ങളുടെ എല്ലാം ബിഗ് സല്യൂട്ട് നിങ്ങൾക്കുണ്ട്. കാര്യം നമ്മുടെ നാടെന്ന് പറയുന്ന മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കണം. ഇന്ത്യക്ക് മാതൃകയാണ് കേരളം, ലോകത്തിന് മാതൃകയാണ് കേരളം. അപ്പോൾ ആ മാതൃക നമ്മുടെ അവസാനം വരെ, നമ്മുടെ മരണം വരെ നിലനിർത്തിക്കൊണ്ടു പോകണം. ഈ ചാണക സംഖ്യകളായിരുന്നാലും ശരി, സ്വന്തം ഇഷ്ടപ്രകാരം ധാർഷ്ട്യം കാണിക്കുന്ന ഇടതുപക്ഷ നേതൃത്വ നിരയായിരുന്നാലും ശരി, അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചിരിക്കും. മലപ്പുറം എന്ന് പറയുന്ന ജില്ല, ഈ പിണറായി വിജയന് മുസ്ലിങ്ങളെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പറ്റി അറിയാം. സുകുമാർ അഴീക്കോട് കേരളം കണ്ട ഏറ്റവും നല്ല സാഹിത്യകാരനാണ്. പറഞ്ഞ എന്താണ് അദ്ദേഹം? SNDP എന്ന ചന്ദനമരത്തിലെ വിഷസർപ്പമാണ് വെള്ളാപ്പള്ളി. എന്തായാലും വെള്ളാപ്പള്ളിയാണ് ഈ നാടിന്റെ UDFന്റെ ഐശ്വര്യം. അയാളെ പോയിട്ട് പൂജിക്കണം. എന്തായാലും ശരി, വെള്ളാപ്പള്ളി ആര് തോക്കും